ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായി ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് നാശരഹിതനും ജ്ഞാനസ്വരൂപനും പരമാത്മാവുമായ ഭഗവാൻ സൂര്യവംശത്തിൽ മായയെ ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്ര സ്വരൂപേണെ അവതരിച്ചു. രാവണാദി രാക്ഷസന്മാരുടെ അധർമ്മം കൊണ്ടായിരുന്നു അക്കാലത്ത് ഭൂമിക്ക് ഭാരം വർദ്ധിച്ചത്. ആ ദുഷ്ടരാക്ഷസന്മാരെയെല്ലാം രാമൻ നിശേഷം സംഹരിച്ചു. ജനങ്ങളുടെ പാപത്തെ നശിപ്പിക്കുന്ന കീർത്തിയെ രാമായണത്തിലൂടെ ലോകത്തിൽ വ്യാപിപ്പിച്ചു. മനസ്സിലെ രജോ ഗുണ തമോ ഗുണ വാസനകൾ ഈശ്വരപ്രാപ്തിക്ക് തടസ്സമാണ്. തമോ ഗുണവാസനകൾ ആവരണമായി തീർന്ന് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നു. രജോ ഗുണവാസനകൾ പലവിധ വിക്ഷേപങ്ങളായി തീർന്ന് മനസ്സിനെ ആത്മാവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നു. ഇവയെയാണ് പാപമെന്ന് പറയുന്നത്. ഈ രണ്ട് വിധ വാസനകളും നശിച്ചാലേ ഈശ്വരപ്രാപ്തി സാധിക്കൂ. താൻ ആത്മാവാണെന്ന ബോധമാണ് ഈശ്വരനെ പ്രാപിക്കാനുള്ള സാധന. രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ശ്രീരാമലീലകളെ നിരന്തരം കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഭക്തി വളരും. മറ്റെല്ലാ സ്നേഹങ്ങളും ഉപേക്ഷിച്ച് ഈശ്വരനെ സ്നേഹിക്കലാണ് ഭക്തി. ഭക്തി വളരും തോറും രജോ ഗുണ തപോ ഗുണ വാസനകൾ നീങ്ങി മനസ്സ് സത്വഗുണ പ്രധാനമായി തീരും. സത്വഗുണം വളർന്ന മനസ്സിൽ താൻ ആത്മാവാണെന്ന ബോധമാകുന്ന ജ്ഞാനമുണ്ടാവും. ജ്ഞാനം കൊണ്ട് അജ്ഞാനമാകുന്ന ബന്ധനത്തിൽ നിന്നും എന്നേക്കുമായി മുക്തനായി തീരാൻ കഴിയും. ഭൂമിയിലെ ജനങ്ങൾക്ക് ഇപ്രകാരം മോക്ഷാനുഭൂതിയെ നൽകി അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വരൂപിണെ അവതരിച്ച് പല പല ലീലകളും നടത്തിയത്. അവസാനം തന്റെ കോമള സ്വരൂപത്തെ മറച്ച് ആദിയിലുള്ള ബ്രഹ്മതത്വത്തിലേക്ക് തന്നെ അന്തർദാനം ചെയ്തവരും സീതാവല്ലഭനുമായ ശ്രീരാമചന്ദ്രനെ ഞാനിതാ സർവാത്മനാ ശരണം പ്രാപിക്കുന്നു. ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനും ഏകനും മായയ്ക്ക് ആശ്രയീഭൂതനും മായാതീതനും ഒരു വിധത്തിലും ചിന്തിക്കാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവനും ആനന്ദഘന സ്വരൂപനും ഓരോരുത്തരിലും അറിവാകുന്ന സ്വരൂപേണെ വിളങ്ങുന്നവനും തന്റെ വാസ്തവ സ്വരൂപത്തെ എപ്പോഴും ബോധിച്ചുകൊണ്ടിരിക്കുന്നവനും സീതാപതിയുമായ ഭഗവാൻ ശ്രീരാമനെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ശ്രീരാമന്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്നതും മംഗളകരവും എല്ലാ പുരാണങ്ങളുടെയും സാരസർവസ്വവുമായ ഈ അധ്യാത്മരാമായണത്തെ മറ്റു ചിന്തകളെ അകറ്റിക്കൊണ്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവൻ സകലവിധ പാപങ്ങളും നശിച്ച് ശ്രീഹരിയെ പ്രാപിച്ച് മുക്തരായി തീരുന്നുവെന്നതിൽ സംശയലേശം പോലുമില്ല. അജ്ഞാനമാകുന്ന സംസാര ബന്ധത്തിൽ നിന്നും മുക്തരായാൽ കൊള്ളാമെന്നാഗ്രഹിക്കുന്നവർ ഈ അധ്യാത്മരാമായണത്തെ ദിവസേന ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. കോടിക്കണക്കിന് പശുദാനം ചെയ്യുന്ന പുണ്യം ഒരൊറ്റ പ്രാവശ്യത്തെ രാമായണ ശ്രവണം കൊണ്ട് തന്നെ സാധിക്കും. ശ്രീ പരമേശ്വരനാകുന്ന പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് ശ്രീരാമനാകുന്ന സമുദ്രത്തിൽ എത്തിച്ചേരുന്ന ഈ അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി ശരീരം, മനസ്സ്, ബുദ്ധി എന്നീ മൂന്നുപാധികളെയും പവിത്രീകരിക്കുന്നതാണ്. കൈലാസ പർവ്വതത്തിൽ തേജോമയമായ മണിമന്ദിരത്തിൽ രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുന്നവനും സിദ്ധന്മാരാൽ സേവിക്കപ്പെടുന്നവനും സർവേശ്വരനും എല്ലാവിധ പാപങ്ങളും നശിപ്പിക്കുന്നവനും ആനന്ദ സ്വരൂപനുമായ ശ്രീ പരമേശ്വരനെ ഭക്തിപൂർവം നമസ്കരിച്ച് ഹിമവൽ പുത്രിയായ പാർവതീദേവി ഇപ്രകാരം ചോദിച്ചു. ഈ ചോദ്യത്തിനുള്ള മറുപടി പാപനാശകരമാണ്. ആ മറുപടിയാണ് അധ്യാത്മരാമായണമായി
ലോകത്തിലേക്ക് പ്രവഹിക്കാനിടയായി തീർന്നത്. ഗംഗയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സമുദ്രത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് പോലെ അധ്യാത്മരാമായണത്തെ ആശ്രയിക്കുന്നവർക്ക് സച്ചിദാനന്ദ സമുദ്രവും പരമാത്മാവുമായ രാമനിൽ എത്തിച്ചേരാൻ കഴിയും. ശ്രീ പാർവതീദേവി ചോദിക്കുന്നു, ജഗത്തിന്റെ വാസസ്ഥാനവും ജഗത്തിൽ നിറഞ്ഞു വിളങ്ങുന്നവനുമായ ഭഗവാനെ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അവിടുന്ന് സർവദേവന്മാരുടെയും നിയന്താവായ പരമേശ്വരനാണല്ലോ. നാശരഹിതനായ അങ്ങയോട് സനാതനമായ പുരുഷോത്തമ തത്വം എന്താണെന്ന് ഞാൻ സവിനയം ചോദിക്കുന്നു. പുരുഷോത്തമ തത്വം അതിരഹസ്യമാണെന്നും സാധാരണക്കാർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും ഭഗവാനെ, ഞാൻ നിന്തിരുവടിയുടെ ഏകാന്ത ഭക്തയല്ലേ, അവിടുത്തേക്ക് പ്രിയപ്പെട്ടവളല്ലേ, ശ്രദ്ധയോടെ ചോദിക്കുന്നവളല്ലേ. അതിനാൽ സദയം പറഞ്ഞു തന്നാലും. ജഗത്തിനും ജീവനും അതീതനല്ലോ പുരുഷോത്തമൻ. പുരുഷോത്തമ പ്രാപ്തിക്ക് ജ്ഞാനം, വിജ്ഞാനം, ഭക്തി, വൈരാഗ്യം ഇവ 4 അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവയുടെ സ്വരൂപം സ്പഷ്ടമായും ചുരുക്കിയും എനിക്ക് ഉപദേശിച്ചു തന്നാലും ഞാൻ ബുദ്ധിശക്തി കുറഞ്ഞ ഒരു സാധാരണ സ്ത്രീയാണെന്ന് മനസ്സിലാക്കി ലളിതമായ ഭാഷയിൽ വേണം ഉപദേശിക്കാൻ. ജ്ഞാനം, വിജ്ഞാനം, വൈരാഗ്യം, ഭക്തി ഇവ സമ്പാദിച്ചാൽ പുരുഷോത്തമ തത്വത്തെ അറിഞ്ഞ് സംസാര സമുദ്രത്തെ നിഷ്പ്രയാസം കടക്കാൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട്. എനിക്ക് പ്രബലമായ മറ്റൊരു സംശയം കൂടിയുണ്ട്. അത് അത്യന്തം രഹസ്യമാണ്. അതിനുള്ള മറുപടി ആദ്യം തന്നെ അരുളി ചെയ്യണം. അത് പറഞ്ഞു തന്നു കഴിഞ്ഞതിന് ശേഷം മതി പുരുഷോത്തമ തത്വത്തെയും അതിനെ പ്രാപിക്കാനുള്ള അനുഷ്ഠാനങ്ങളെയും ഉപദേശിക്കുന്നത്. ആഭരണങ്ങൾക്ക് സ്വർണമെന്ന പോലെ ലോകത്തിന് മുഴുവൻ സാരഭൂതനാണല്ലോ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. രാമനിൽ ദൃഢമായ ഭക്തി സംസാര സമുദ്രത്തെ കടക്കാൻ പറ്റിയ സുരക്ഷിതമായ തോണിയാണെന്ന് പ്രസിദ്ധമാണല്ലോ. സംസാരത്തിൽ നിന്നും മുക്തരാവാൻ ഭക്തിയാണ് സുഗമവും സർവോത്കൃഷ്ടവുമായ സാധന. ഭക്തിക്ക് തുല്യമായി മറ്റൊരനുഷ്ഠാനവുമില്ല. അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എങ്കിലും എനിക്ക് വന്നു കൂടിയിട്ടുള്ള ഈ സംശയം അവിടുന്ന് തീർത്തു തരണം. രാമൻ പരമാത്മാവാണ്, ഏകനാണ്, പ്രപഞ്ചത്തിനും ആദിയിലുമുള്ളവനാണ്, മായയുടെ ഗുണങ്ങളുടെ പ്രവാഹത്തെ തള്ളിക്കളഞ്ഞവനാണ്. അപ്രകാരമുള്ള രാമനെ മടികൂടാതെ രാവും പകലും ഭജിക്കുന്നവർ മുക്തരായി പരമപദത്തെ പ്രാപിക്കുമെന്ന് വിദ്വാൻമാർ പറഞ്ഞു വരുന്നു. രാമായണത്തെ സൂക്ഷ്മവിചാരം ചെയ്ത് ചിലർ പറയുന്നു, രാമൻ പരമാത്മാവ് തന്നെയെങ്കിലും അവിദ്യ കൊണ്ട് ആത്മസ്വരൂപത്തെ മറന്നവനാണ്. ആരെങ്കിലും ഉദ്ബോധിപ്പിച്ചാൽ മാത്രമേ തൻ്റെ വാസ്തവതത്വം അറിഞ്ഞിരുന്നുള്ളൂ. താൻ പരമാത്മാവാണെന്ന വാസ്തവതത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ സീതയെ രാവണൻ അപഹരിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു സാധാരണ മനുഷ്യനെപ്പോലെ വിരഹദുഃഖം കൊണ്ടാർത്തനായി കരയാൻ സാധ്യതയില്ല. ഈ അഭിപ്രായമാണ് എന്നെ കുഴപ്പത്തിലാക്കുന്നത്. രാമൻ അവിദ്യ കൊണ്ട് മറയ്ക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവനാണെങ്കിൽ രാമനും സാധാരണ ജീവന്മാരും തമ്മിൽ വ്യത്യാസമില്ലെന്ന് വരും. ആ സ്ഥിതിക്ക് രാമനെ സേവിച്ചാൽ എങ്ങനെ അജ്ഞാനം നീങ്ങാനാണ്? അവിദ്യ കൊണ്ട് സ്വസ്വരൂപബോധം മറയ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സീത നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വിലാപത്തിനും പ്രസക്തിയില്ലെന്ന് വരും. യുക്തിയുക്തമായ വാക്കുകളെ കൊണ്ട് അവിടുന്ന് ഈ സംശയം തീർത്തു തന്ന് എന്നെ അനുഗ്രഹിക്കണം. ഈ സംശയം എന്റേത് മാത്രമല്ല, വിചാരശീലന്മാർക്കെല്ലാം ഉണ്ടാവുന്നതാണ്. അതിനാൽ ഈ സംശയം തീർത്തു തരുന്നത് ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമാണ്.
ശ്രീ മഹാദേവൻ അരുളി ചെയ്തു, പാർവതി, പുരുഷോത്തമ തത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായതിനാൽ ഭവതി ധന്യയാണ്. അതിരഹസ്യമായ രാമതത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഇതിനു മുമ്പ് ആരും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിഷ്കളങ്ക ഭക്തിയോടുകൂടിയ ഭവതിയുടെ അപേക്ഷയെ മാനിച്ച് രഘുത്തമനെ മനസ്സാ നമസ്കരിച്ച് ഞാൻ രാമതത്വം പറഞ്ഞു തരാം. രാമൻ പരമാത്മാവാണ്. പ്രകൃതിയുടെ ഉൽപ്പത്തിക്ക് മുൻപ് തന്നെയുള്ളവനാണ്. ആനന്ദ സ്വരൂപനാണ്. ഏകനാണ്. പ്രകൃതിയായ ജഗത്തിനും പുരുഷനായ ജീവനും അതീതനായതിനാൽ പുരുഷോത്തമൻ തന്നെയാണ്. പരമാത്മാവായ രാമൻ തൻ്റെ യോഗമായയെക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. ആകാശമെന്ന പോലെ എല്ലാ വസ്തുക്കളുടെ അകവും പുറവും നിറഞ്ഞു വിളങ്ങിക്കൊണ്ടിരുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരാമ്യ സ്വരൂപേണെ പ്രകാശിക്കുന്നുവെങ്കിലും അജ്ഞന്മാർക്ക് ഭഗവാനെ അറിയാൻ കഴിയുന്നില്ല. സ്വന്തം മായ കൊണ്ട് തന്നിൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ പരമാത്മാവായ ഭഗവാൻ സാക്ഷിഭാവത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാന്തത്തിന്റെ സമീപത്ത് ഇരുമ്പെന്ന പോലെ പരമാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഈ പ്രപഞ്ചം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിദ്യ കൊണ്ട് മനസ്സ് ദുഷിച്ചു മൂഢന്മാർ ഈ വസ്തുത അറിയുന്നില്ല. മായയ്ക്കതീതനും ശുദ്ധജ്ഞാന സ്വരൂപനുമായ പരമാത്മാവിൽ ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനത്തെ കയറിൽ പാമ്പിനെ എന്ന പോലെ ആരോപിച്ച് ഭാര്യ, പുത്രൻ, ധനം, ഗൃഹം മുതലായവയിൽ ആസക്തരായി പലവിധ കർമ്മങ്ങളും ചെയ്ത് അവർ സംസാരത്തിൽ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വന്തം കഴുത്തിലണിഞ്ഞിരിക്കുന്ന രത്നാഭരണത്തെ മറന്ന് അത് നഷ്ടപ്പെട്ടു എന്ന് കരുതി വ്യസനിക്കുന്നത് പോലെ അജ്ഞന്മാർ സ്വന്തം ഹൃദയത്തിൽ എപ്പോഴും വിളങ്ങുന്ന ആത്മസ്വരൂപത്തെ മറന്ന് പുറമേയുള്ള വിഷയങ്ങളിൽ സുഖത്തെ തിരഞ്ഞു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശസ്വരൂപിയായ സൂര്യനിൽ ഇരുട്ടിന് നിൽക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുപോലെ ശുദ്ധജ്ഞാന സ്വരൂപനായ ശ്രീരാമനിൽ ആത്മവിസ്മൃതി സ്വരൂപമായ അവിദ്യ എങ്ങനെ നിൽക്കാനാണ്? ഇളകുന്ന കണ്ണിലൂടെ നോക്കുന്നവന് ഗൃഹം മുതലായ വസ്തുക്കളെയെല്ലാം ഇളകുന്നത് പോലെ തോന്നപ്പെടാറില്ലേ? അതുപോലെ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയുടെ പ്രവർത്തനങ്ങൾ പരമാത്മാവായ രാമൻ്റെതായി തെറ്റിദ്ധരിച്ച് ജനങ്ങൾ അവിവേകികളായി കഴിയുന്നു. രാത്രിയും പകലും സൂര്യനെ കാണുന്നവരുടെ ദൃഷ്ടിയിൽ മാത്രമാണ്. പ്രകാശസ്വരൂപിയായ സൂര്യനിൽ രാവും പകലുമില്ല. അതുപോലെ ജ്ഞാനവും അജ്ഞാനവും ആത്മവിസ്മൃതിയിൽ മുഴുകിയിരിക്കുന്ന ജീവന്റെ അനുഭവങ്ങളാണ്. ജ്ഞാനമാത്ര സ്വരൂപനും പരമാത്മാവുമായ രാമനിൽ അവ രണ്ടുമില്ല. അതിനാൽ ആനന്ദമയനും ജ്ഞാനസ്വരൂപനും അജ്ഞാനത്തെ സാക്ഷിഭാവത്തിൽ അറിയുന്നവനുമായ രാമനെ അജ്ഞാനം ഒരു വിധത്തിലും ബാധിക്കില്ല. ആത്മവിസ്മൃതിയാണല്ലോ അവിദ്യ. അവിദ്യ സത്യമല്ല. ആത്മാവിൽ വെറും ആരോപണമാണ്. കയറിൽ ആരോപിക്കപ്പെട്ട പാമ്പ് കയറിനെ ഒരു വിധത്തിലും ബാധിക്കാത്തതുപോലെ ആത്മാവിൽ ആരോപിക്കപ്പെട്ട അവിദ്യ ആത്മസ്വരൂപനായ രാമനെ ഒരു വിധത്തിലും ബാധിക്കില്ല. ഈ വസ്തുതയെ കുറിച്ചുകൂടി സ്പഷ്ടമാക്കാനായി ഞാൻ സീതയും രാമനും ഹനുമാനും തമ്മിൽ നടന്ന ഒരു സംവാദം പറഞ്ഞു തരാം. അത് രാമരഹസ്യത്തെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. അതിനാൽ മോക്ഷസാധനമാണ്. പണ്ട് ദേവശത്രുവായ രാവണനെ പുത്രസൈന്യ പരിവാര സമേതം നിഗ്രഹിച്ച ശേഷം സീതയോടും ലക്ഷ്മണനോടും സുഗ്രീവാദി വാനരന്മാരോടും വിഭീഷണനോടും കൂടി അയോധ്യയിലേക്ക് മടങ്ങി വന്ന രാമനെ വസിഷ്ഠ മഹർഷി രാജാവായി പട്ടാഭിഷേകം ചെയ്തു. അഭിഷേകത്തിന് ശേഷം ശ്രീരാമൻ ഉജ്ജ്വല തേജസ്സോടെ സിംഹാസനത്തിൽ ഇരുന്നരുളുകയായിരുന്നു. തന്റെ മുൻപിൽ തൊഴുകൈയോടെ നിൽക്കുന്ന ഹനുമാനെ ശ്രീരാമൻ നോക്കി. ശ്രീരാമനെ സേവിക്കാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥനും പ്രപഞ്ച വസ്തുക്കൾ യാതൊന്നിലും ലേശം പോലും ആഗ്രഹമില്ലാത്തവനും ജ്ഞാനമുണ്ടായാൽ കൊള്ളാമെന്ന ഒരേ ആഗ്രഹത്തോടു കൂടിയവനും
മഹാബുദ്ധിമാനുമായിരുന്നു ഹനുമാൻ. ഹനുമാനെ നോക്കി പുഞ്ചിരിയോടെ ശ്രീരാമൻ സീതാദേവിയോട് അരുൾ ചെയ്തു, സീതേ, നമ്മുടെ പരമാർത്ഥ തത്വം ഈ മാരുതിക്ക് ഉപദേശിച്ചു കൊടുക്കൂ. പാപത്തിന്റെ കണിക പോലും ഇല്ലാത്തവനും നമ്മൾ രണ്ടുപേരിലും ശാശ്വത ഭക്തിയോട് കൂടിയവനുമായ ഈ ഹനുമാൻ ജ്ഞാനോപദേശം സ്വീകരിക്കാൻ എല്ലാവിധത്തിലും അർഹനാണ്. ലോകത്തെ മുഴുവൻ മയക്കുന്ന മായാദേവിയായ സീത അങ്ങനെയാവാം എന്ന് മറുപടി പറഞ്ഞ് ശരണാഗതനായ ഹനുമാന് രാമന്റെ വാസ്തവതത്വം ഉപദേശിക്കാൻ ആരംഭിച്ചു. ഹനുമാനെ കേൾക്കൂ, രാമൻ പരബ്രഹ്മമാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, അദ്വിതീയനാണ്. ശരീരം, മനസ്സ്, ബുദ്ധി എന്നീ ഉപാധികൾക്ക് അതീതനാണ്. ആഭരണങ്ങളിൽ സ്വർണമെന്ന പോലെ സകല വസ്തുക്കളിലും ഉണ്മയായി വിളങ്ങുന്നവനാണ്. യാതൊരുവിധ മാലിന്യവും ബാധിക്കാത്തവനാണ്, ശാന്തനാണ്, വികാരങ്ങളൊന്നുമില്ലാത്തവനാണ്, അവിദ്യാസ്വരൂപമായ തമസ്സില്ലാത്തവനാണ്, എങ്ങും വ്യാപിച്ച ആത്മാവാണ്, സ്വയം പ്രകാശസ്വരൂപിയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ പ്രകൃതിയാണ് സീതയായ ഞാനെന്ന് മനസ്സിലാക്കൂ. പരമാത്മാവായ രാമന്റെ സാന്നിധ്യത്തിൽ മൂലപ്രകൃതിയായ ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിവരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെയും അതിന്റെ വ്യവഹാരങ്ങളെയും അജ്ഞന്മാർ പരമാത്മാവായ രാമനിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. മനോഹരമായ അയോധ്യ നഗരത്തിൽ നിർമ്മലമായ രഘുവംശത്തിലെ അവതാരം, വിശ്വാമിത്ര മഹർഷിയോടൊന്നിച്ചുള്ള വനയാത്ര, അദ്ദേഹത്തിന്റെ യാഗരക്ഷ, അഹല്യ ശാപമോക്ഷം, ത്രയംബക ചാപഭഞ്ജനം, സീതാപരിണയം, പരശുരാമ ഗർഭശമനം, 12 കൊല്ലം ഞാൻ ഒന്നിച്ചുള്ള അയോധ്യാവാസം, ദണ്ഡകാരണ്യഗമനം, വിരാധാവധം, മായാമാരീച നിധനം, സീതാഹരണം, ജടായു സൽഗതി, കബന്ധന്റെ ശാപമോക്ഷം, ശബരി സൽക്കാരം, സുഗ്രീവ സഖ്യം, ബാലീവധം, സീതാന്വേഷണം, സേതുബന്ധനം, വാനര സൈന്യ സമേതം ലങ്കാനിരോധനം, ഇന്ദ്രജിത്തിന്റെയും രാവണന്റെയും മറ്റു രാക്ഷസന്മാരുടെയും വധം, വിഭീഷണന് ലങ്കാരാജധാനം, പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്കുള്ള പ്രത്യാഗമനം, ഇപ്പോൾ നടന്ന പട്ടാഭിഷേകം, ഇവയെല്ലാം മൂലപ്രകൃതിയായ എൻ്റെ പ്രവർത്തനങ്ങളാണ്. അവയെ നിർവികാര സ്വരൂപിയും സർവാത്മാവുമായ രാമന്റെ കർമ്മങ്ങളായി അജ്ഞന്മാർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. രാമൻ നടക്കുന്നില്ല, നിൽക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നും ഉപേക്ഷിക്കുന്നില്ല, യാതൊന്നും ചെയ്യുന്നില്ല. ആനന്ദ സ്വരൂപനും നിശ്ചലനും മാറ്റങ്ങളില്ലാത്തവനുമാണ്. മായയുടെ 3 ഗുണങ്ങളിലൂടെ ഈ വക പ്രവർത്തനങ്ങളും വികാരങ്ങളുള്ളവനുമായി തോന്നപ്പെടുകയാണ്. പ്രകൃതിയുടെ ഗുണങ്ങളായ രജസ്, സത്വം, തമസ് ഇവയുമ്പോൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ രാമന്റെ പ്രവർത്തനങ്ങളായി തോന്നപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനെ വിചാരം ചെയ്ത് ബോധിക്കൂ. ഇങ്ങനെ ഉപദേശിച്ച് സീതാദേവി നിർത്തി. അനന്തരം ശ്രീരാമൻ തന്നെ ഹനുമാന് തത്വോപദേശം ചെയ്തു. ആഞ്ജനേയ, ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ നിനക്ക് ആത്മാവ്, അനാത്മാവ്, പരമാത്മാവ് ഇവയുടെ ലക്ഷണം പറഞ്ഞു തരാം. ആകാശത്തിന്റെ ഉപമയിലൂടെ ആകുമ്പോൾ അത് കൂടുതൽ സ്പഷ്ടമാകും. ആകാശത്തിന് 3 വിധ ഭേദങ്ങൾ തോന്നപ്പെടുന്നുണ്ട്. എങ്ങും നിറഞ്ഞ ഒഴിവാണ് മഹാകാശം. ഒരു കുളം കുഴിച്ച് അതിൽ വെള്ളമുണ്ടാകുന്നതിന് മുമ്പ് ആ കുളത്തിൽ പരിച്ഛിന്നമായി തോന്നപ്പെടുന്ന ആകാശത്തെ ജലാശയമെന്ന് പറയുന്നു. വെള്ളം നിറഞ്ഞ കുളത്തിലെ ആകാശത്തിന്റെ പ്രതിബിംബത്തെ പ്രതിഭാസാകാശമെന്നും പറഞ്ഞു വരുന്നു. ഒരേ ആകാശം കുളത്തിലെ ആകാശമായും വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശമായും തോന്നപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എങ്ങും നിറഞ്ഞ പരമാത്മതത്വം ഒന്ന്. അതിനെ ബ്രഹ്മമെന്നും പറയുന്നു. ബ്രഹ്മത്തിൽ അവിദ്യ കൊണ്ട് ബുദ്ധി വികസിക്കുന്നു. ബുദ്ധിയുടെ ഉള്ളിൽ പരിച്ഛിന്നമായി തോന്നപ്പെടുന്ന പരമാത്മതത്വത്തെ ആത്മാവെന്ന് പറയുന്നു.
ആത്മാവ് ബുദ്ധിയിലെ വൃത്തികളിൽ പ്രതിബിംബിക്കുമ്പോൾ ആ പ്രതിബിംബത്തെ ജീവനെന്നും പറയുന്നു. ജീവന്റെ സങ്കല്പങ്ങളാണ് ജഗത്തായി തോന്നപ്പെടുന്നത്. അവിദ്യ എന്നാൽ ആത്മവിസ്മൃതിയാണ്. ആത്മാവിൽ ആത്മവിസ്മൃതി നിൽക്കില്ല. അതിനാൽ അവിദ്യ സത്യമല്ല. ആ സ്ഥിതിക്ക് അവിദ്യാകൽപിതമായ ബുദ്ധിക്കും സത്യത്വമില്ല. ബുദ്ധിക്ക് സാക്ഷിയായ ആത്മാവും ബുദ്ധിയിലെ ആത്മപ്രതിബിംബവുമാകുന്ന ജീവനും ഒന്നാണെന്ന് തത്വമസി വാക്യത്തിലൂടെ ഗുരു ഉപദേശിക്കുമ്പോൾ ആത്മവിസ്മൃതിയാകുന്ന അവിദ്യയും അവിദ്യയിൽ നിന്നുണ്ടാകുന്ന വിദ്യയും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനും ജീവന്റെ സങ്കല്പമായ ജഗത്തും ഇല്ലാതായിത്തീർന്ന് എപ്പോഴും ഉള്ളതും എങ്ങും നിറഞ്ഞതുമായ പരമാത്മതത്വം മാത്രം ശേഷിക്കുന്നു. സർവത്ര നിറഞ്ഞ പരമാത്മാവിനെ മഹാകാശത്തോടും ബുദ്ധിയിലൂടെ പ്രതിച്ഛിന്നമായി തോന്നുന്ന ആത്മാവിനെ ജലാശയ ആകാശത്തോടും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനെ ജലത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശത്തോടും ഉപമിക്കാം. പരമാത്മാവ് ബുദ്ധിയാകുന്ന ഉപാധികളിലൂടെ പ്രകടമായി തീരുന്ന ആത്മാവ് ബുദ്ധിയിലും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനും ജീവന്റെ സങ്കല്പമായ ജഗത്തും അനാത്മാവ്. ഇങ്ങനെ പരമാത്മാവിനെയും ആത്മാവിനെയും ഭക്തിയാൽ നിർമ്മലമായി തീർന്ന ബുദ്ധി കൊണ്ട് വിചാരം ചെയ്ത് അറിയുന്നവൻ പരമാത്മാവായ എന്നോട് ഏകീഭവിച്ച് മുക്തനായിത്തീരുന്നു. എന്നിൽ ഭക്തിയില്ലാത്തവർ എത്രയൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചാലും നൂറുകണക്കിന് ജന്മങ്ങൾ കൊണ്ടുപോലും അവർക്ക് ജ്ഞാനമോ മോക്ഷപ്രാപ്തിയോ ഉണ്ടാവില്ല. പാവരഹിതനുമായ മാരുതേ, ഇപ്രകാരം രഹസ്യ രാമഹൃദയത്തെ ഞാൻ തന്നെ നേരിട്ട് നിനക്ക് ഉപദേശിച്ചു തരുന്നു. ഇന്ദ്രപദവിയോ അതിനേക്കാൾ വലിയ സമ്പത്തോ തരാമെന്ന് പറഞ്ഞാൽ പോലും ഭക്തിയില്ലാത്തവരും ദുഷ്ടന്മാരുമായവർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കരുത്. ശ്രീ പരമേശ്വരൻ അരുളി ചെയ്യുന്നു, ദേവി, ഇങ്ങനെ അതിരഹസ്യവും ഹൃദ്യവും പവിത്രവും പാപങ്ങളെ നശിപ്പിക്കുന്നതുമായ രാമഹൃദയം ഞാൻ ഭവതിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇതെനിക്ക് രാമൻ നേരിട്ട് ഉപദേശിച്ചതാണ്. എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരസർവസ്വമാണ്. ഈ രാമഹൃദയത്തെ ദിവസേന ഭക്തിയോടെ പാരായണം ചെയ്യുന്നവർ മുക്തരുമെന്നതിൽ സംശയമില്ല. അനേക ജന്മങ്ങളിലായി സമ്പാദിച്ചു കൂട്ടിയ ബ്രഹ്മഹത്യാദി പാപങ്ങൾ പോലും നശിക്കും. ഇത് രാമൻ തന്നെ അരുളി ചെയ്തതാണ്. വർണ്ണാശ്രമധർമ്മങ്ങളിൽ നിന്നും ഭ്രഷ്ടനായവർ, പരമപാപി, അന്യരുടെ ഭാര്യ, സ്വത്ത് എന്നിവയിൽ ആസക്തൻ, ബ്രഹ്മഹത്യക്കാരൻ, അമ്മയെയും അച്ഛനെയും കൊന്നവൻ, യോഗികളെ ദ്രോഹിക്കുന്നവൻ, ഈ പറയപ്പെടുന്ന പാപികൾക്കൊന്നും സാധാരണ നിലയിൽ പ്രായശ്ചിത്തമില്ല. എന്നാൽ അവർ പോലും ദിവസേന ഭക്തിയോടെ രാമനെ പൂജിക്കുകയും രാമഹൃദയം ശ്രദ്ധയോടെ പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ക്രമേണ പാപം നശിച്ചു. തുടർന്ന് യോഗശ്രേഷ്ഠന്മാർക്ക് പോലും ലഭിക്കാൻ പ്രയാസമായതും എല്ലാ ദേവന്മാരാലും പൂജിക്കുന്നതുമായ പരമപദത്തെ പ്രാപിച്ച് മുക്തരായിത്തീരും. പാർവതീദേവി പറയുന്നു, മഹാപ്രഭു, അവിടുത്തെ ഉപദേശം കേട്ടതോടെ ഞാൻ അനുഗ്രഹീതയും കൃതാർത്ഥയുമായി തീർന്നിരിക്കുന്നു. നിന്തിരുവടിയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ സംശയം നിശേഷം നശിച്ചിരിക്കുന്നു. അങ്ങയുടെ മുഖത്തിലൂടെ ഒഴുകിവന്ന രാമതത്വമാകുന്ന രസായനം സംസാരവാസനകളെ നശിപ്പിക്കുകയാണല്ലോ. അത് പാനം ചെയ്തിട്ട് എന്റെ മനസ്സിന് മതി വരുന്നില്ല. അങ്ങയിൽ നിന്നും ശ്രീരാമന്റെ കഥ വിസ്തരിച്ച് കേൾക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ശ്രീ മഹാദേവൻ അരുളി ചെയ്തു, ദേവി, ശ്രദ്ധിച്ചു കേൾക്കുക. രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും അത്യുത്കൃഷ്ടവുമാണ് അധ്യാത്മരാമചരിതം. പണ്ട് എനിക്ക് രാമൻ ഉപന്നതിനെ ഞാൻ പറഞ്ഞു തരാം. അത് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ 3 വിധ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതാണ്. ഇത് ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ജീവൻ അജ്ഞാനത്തിൽ നിന്നുമുണ്ടായ വലിയ ഭയത്തിൽ നിന്നും രക്ഷപ്പെടും. സർവൈശ്വര്യ സമൃദ്ധിയും ദീർഘായുസ്സും പുത്രസമ്പത്തും നേടുകയും ചെയ്യും.
രാവണൻ മുതലായ രാക്ഷസന്മാരുടെ ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി ഒരു പശുവിന്റെ സ്വരൂപം സ്വീകരിച്ച് ദേവന്മാരോടും മുനിമാരോടും കൂടി സത്യലോകത്തിൽ ചെന്നു. കരഞ്ഞുകൊണ്ട് തന്റെ ദുഃഖം മുഴുവൻ ബ്രഹ്മദേവനോട് പറഞ്ഞു. ബ്രഹ്മദേവൻ അല്പസമയം സമാധിയിലിരുന്നു. അതോടെ ഭൂമിദേവിയുടെ ദുഃഖത്തിനുള്ള കാരണം, അതിനുള്ള നിവാരണവും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു. ബ്രഹ്മദേവൻ ഭൂമിദേവിയോടും ദേവന്മാരോടും മുനിമാരോടും കൂടി പാലാഴി തീരത്തിലേക്ക് പോയി എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരാമ്യ സ്വരൂപേണി വിളങ്ങുന്നവനും എല്ലാം അറിയുന്നവനും സർവരുടെയും നിയന്താവുമാണല്ലോ ഭഗവാൻ ശ്രീഹരി. ആ ഭഗവാനെ വേദമന്ത്രങ്ങൾ കൊണ്ടും പൗരാണിക സ്തോത്രങ്ങൾ കൊണ്ടും ഭക്തിപരവശനായി ആനന്ദ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഗദ്ഗത കണ്ഠത്തോടെ സ്തുതിച്ചു. അപ്പോൾ 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നതുപോലെ തേജസ്സോടുകൂടി ഭഗവാൻ ശ്രീഹരി അന്ധകാരത്തെ അകറ്റുവാനായി കിഴക്കുദിക്കിൽ പ്രത്യക്ഷപ്പെട്ടു. മനഃശുദ്ധിയില്ലാത്തവർക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ കഴിയില്ല. തേജസ് കൊണ്ട് നോക്കിക്കാണാൻ പ്രയാസമാണെങ്കിലും ബ്രഹ്മദേവൻ വളരെ പണിപ്പെട്ടു ഭഗവാനെ നോക്കി. ഇന്ദ്രനീല രത്നം പോലെ നീല നിറത്തോടും പുഞ്ചിരി തൂകിക്കൊണ്ടുമിരിക്കുന്ന മുഖത്തോടും ചെന്താമരയിതൾ പോലെ നീണ്ടു സുന്ദരങ്ങളായ കണ്ണുകളോട് കൂടിയവനായിരുന്നു ഭഗവാൻ. കിരീടം, മുത്തുമാലകൾ, തോൾവളകൾ, മകരകുണ്ടലങ്ങൾ, വളകൾ, കൗസ്തുഭരത്നം, ശ്രീവത്സം എന്നിവ കൊണ്ട് അവിടുന്ന് ശോഭിച്ചിരുന്നു. സനകാദി മഹർഷിമാരും വിഷ്ണു പാർഷദന്മാരും ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചിരുന്നു. ശംഖ്, ചക്ര, ഗദ, പത്മം എന്നിവ ധരിച്ച 4 കൈകളോട് കൂടിയവനും വനമാല അണിഞ്ഞവനുമായിരുന്നു. സ്വർണ്ണ നിറത്തിലുള്ള പൂണൂലും മഞ്ഞപ്പട്ടും അവിടുന്ന് ധരിച്ചിരുന്നു. ഇടത്ത് ഭാഗത്ത് ലക്ഷ്മി ദേവിയോടും വലത്ത് ഭാഗത്ത് ഭൂമിദേവിയോടും കൂടി ഗരുഡന്റെ പുറത്ത് വിളങ്ങുന്നവനായിരുന്നു ഭഗവാൻ. ഭഗവാനെ കണ്ടതുകൊണ്ടുണ്ടായ സന്തോഷാധിക്യത്താൽ ഇടറിയ ഖണ്ഡത്തോടെ ബ്രഹ്മദേവൻ സ്തുതിക്കാൻ ആരംഭിച്ചു. പ്രകാശ സ്വരൂപിയായ ഭഗവാനെ, അവിടുത്തെ പാതാരബിന്ദങ്ങളെ ഞാനിതാ പ്രാണൻ, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നിവ കൊണ്ട് നമസ്കരിക്കുന്നു. കർമ്മബന്ധത്തിൽ നിന്നും മുക്തരായാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവർ നിത്യവും ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ആ പാദപത്മങ്ങൾ. രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിയ മായ കൊണ്ട് അവിടുന്ന് ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. എങ്കിലും ആനന്ദ സ്വരൂപനും അനുഭവം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നതിനുമായ അങ്ങേക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന കർമ്മങ്ങൾ വാസനകളായി തീർന്ന് ബന്ധകാരണമായി ഭവിക്കുന്നില്ല. ഭക്തന്മാർക്ക് അങ്ങയുടെ മഹിമകളെ കേൾക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന മനഃശുദ്ധി, ധാനം, വേദാധ്യയനം, വൈദിക കർമ്മങ്ങൾ ഇവ കൊണ്ടെങ്ങും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലെ പാപവാസനകളെ നിശേഷം നശിപ്പിക്കുന്ന പാതാരബിന്ദങ്ങൾ എനിക്കിതാ പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞുവല്ലോ. മുനിമാരും ഭക്തന്മാരും എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാതാരബിന്ദങ്ങൾ ബ്രഹ്മാവായ ഞാൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ സ്വന്തം അഭീഷ്ടം സാധിക്കാനായി സേവിച്ചു കൊണ്ടിരിക്കുന്നവയും ആത്മാനുഭൂതിക്കായി ജ്ഞാനികൾ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവയുമാണ് അവിടുത്തെ പാദസരൂരൂഹങ്ങൾ. ലക്ഷ്മി ഭഗവതിക്ക് നിന്തിരുവടി സ്വന്തം മാറിടത്തിൽ തന്നെ സ്ഥാനം നൽകിയിട്ടുണ്ട്. എങ്കിലും ഭക്തന്മാർ സമർപ്പിച്ച തുളസിമാല, വനമാല എന്നിവയോടാണ് അങ്ങേക്ക് കൂടുതൽ പ്രീതിയെന്ന് മനസ്സിലാക്കി ലക്ഷ്മി ദേവി അവയോട് മത്സരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. നിന്തിരുവടിക്ക് ഭക്തന്മാരോട് ലക്ഷ്മി ഭഗവതിയോട് ഉള്ളതിനേക്കാൾ പ്രീതിയുണ്ട്. ആ കാരണത്താൽ വിവേകികൾ നിന്തിരുവടിയിൽ ഉറച്ച ഭക്തിയെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പാദകമലങ്ങളിൽ എനിക്ക് എപ്പോഴും അചഞ്ചലമായ ഭക്തി ഉണ്ടായിത്തീരണേ. സംസാര രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് സിദ്ധൌഷധമാണ് അങ്ങയിലുള്ള ഭക്തി. ഇങ്ങനെ സ്തുതിച്ച ബ്രഹ്മാവിനോട് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചു. ബ്രഹ്മദേവൻ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. പൗലസ്ത്യനായ രാവണൻ രാക്ഷസ ചക്രവർത്തിയാണ്. മനുഷ്യർക്കൊഴികെ മറ്റാർക്കും കൊല്ലാൻ കഴിയില്ല എന്നൊരു വധം
ഞാൻ അവന് കൊടുത്തുപോയി. വരം ലഭിച്ച് ഗർഭിതനായി അവൻ 3 ലോകങ്ങളെയും ലോകപാലന്മാരെയും വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. മഹാപ്രഭു, അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് ദേവന്മാരുടെ ശത്രുവായ രാവണനെ സംഹരിക്കുവാൻ ദയ ചെയ്യണം. ഭഗവാൻ അരുളി ചെയ്തു, കശ്യപ മഹർഷി വളരെ കാലം തപസ്സു ചെയ്ത് എന്നെ സന്തോഷിപ്പിച്ചു. ഞാൻ പുത്രനായി ജനിക്കണമെന്ന വരം വാങ്ങി. അങ്ങനെ ആവാം എന്ന് ഞാൻ അനുഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ദശരഥ രാജാവായി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ 3 പത്നിമാരിൽ അംശസ്വരൂപേണെ 4 പുത്രന്മാരായി ജനിക്കും. യോഗമായാദേവി സീത എന്ന പേരിൽ വിദേഹ രാജകുമാരിയായി ജനിക്കും. സീതയോടൊന്നിച്ച് ഞാൻ നിങ്ങളുടെ കാര്യമെല്ലാം സാധിപ്പിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അന്തർധാനം ചെയ്തു. ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, വിഷ്ണു ഭഗവാൻ രഘുവംശത്തിൽ മനുഷ്യനായി അവതരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവതാര ലീലകളിൽ സഹായിക്കാനായി നിങ്ങൾ വാനരന്മാരായി അംശസ്വരൂപേണെ ഭൂമിയിൽ പോയി ജനിക്കുവിൻ. ഭഗവാൻ മനുഷ്യനായി ഭൂമിയിൽ താമസിക്കുന്ന കാലം മുഴുവൻ നിങ്ങൾ അദ്ദേഹത്തിന് സഹായികളായി ഭൂമിയിൽ ജീവിക്കുകയും വേണം. ഇങ്ങനെ ദേവന്മാരോട് നിർദ്ദേശിക്കുകയും ഭൂമിയെ സമാധാനിപ്പിക്കുകയും ചെയ്ത് ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ദേവന്മാർ വാനരന്മാരായി അംശസ്വരൂപേണെ ജനിച്ചു. വാനരന്മാർ മഹാശക്തരും പർവ്വതങ്ങളെ കൊണ്ടും വൃക്ഷങ്ങളെ കൊണ്ടും യുദ്ധം ചെയ്യുന്നവരുമായിരുന്നു. അവർ വിഷ്ണു ഭഗവാന്റെ അവതാരത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ അവിടവിടെ താമസിച്ചു വന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.